വേടൻ ഉഭയകക്ഷി സമ്മതത്തോടെയാണ് ബലാത്സംഗം നടത്തിയത് എന്നാണ് കോടതി പറഞ്ഞത്. ഭാഗ്യലക്ഷ്മിയുടെ ന്യായീകരണമാണ്, നല്ല ന്യായീകരണമാണ്. അതായത് കോടതി പറഞ്ഞത് വേടൻ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഈ അതിജീവിതമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് കൊട്ടേഷൻ കൊടുത്തതാണ്. അതായത് ഭാഗ്യലക്ഷ്മിക്ക് ആ കോടതി പറഞ്ഞത് അംഗീകരിക്കാം. അതായത് വേടന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞത് ഭാഗ്യലക്ഷ്മിക്ക് അംഗീകരിക്കാം, അത് വേദവാക്യമാണ്. ദിലീപിന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞതോ അത് അംഗീകരിക്കൂല. ദിലീപിന്റെ കാര്യത്തിൽ ഇനി ഏത് ലോക കോടതി ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കില്ല. ഇതെങ്ങനെ ശരിയാവുക ഭാഗ്യലക്ഷ്മി ചേച്ചി? ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു പോലെ ഇതെങ്ങനെ ശരിയാവും ഭാഗ്യലക്ഷ്മി ചേച്ചി? നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കി. ഒന്നുകിൽ കോടതി വേടന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞത് ശരിയാണ്, ദിലീപിന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞത് ശരിയല്ല. വേടൻ മഹാനാണ്, ദിലീപ് മുകേഷ് മഹാനാണ്, പക്ഷെ ദിലീപ് ശരിയല്ല. അങ്ങനെയാണ് ഒരു മൂത്ത ഫെമിനിസ്റ്റ് ബസ്സില് KSRTC ബസ്സില് ദിലീപിന്റെ പഴയ ഒരു സിനിമ പ്രദർശിപ്പിച്ചപ്പോ ആ ബസ്സില് KSRTC ബസ്സിൽ തിരുവനന്തപുരം തൊട്ടിൽപ്പാലം റൂട്ടിലുള്ള KSRTC ബസ്സിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ച് ആൾക്കാർക്കൊക്കെ യാത്രക്കാർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി സാധാരണ ബസ്സുകളിലൊക്കെ പ്രദർശിപ്പിക്കുന്ന പോലെ ദിലീപിന്റെ ഒരു പടം പ്രദർശിപ്പിച്ചു. അപ്പോഴാണ് EMക്ക് ക്രിമികടി. നിർത്തണം, ദിലീപിന്റെ സിനിമ എങ്ങനെയാണ് പ്രദർശിപ്പിക്കുക? എന്താ ദിലീപിന്റെ സിനിമ KSRTC ബസ്സിൽ പ്രദർശിപ്പിച്ച ദിലീപിനെ ഇവിടെ എന്തെങ്കിലും സാമൂഹ്യ വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടോ?